നമസ്കാരം. ILFൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പുതിയൊരു ഇൻഫർമേഷൻ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നായ കുറുക്ക് ചാടിയത് മുഖാന്തരം അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ കാറിന് അപകടം സംഭവിച്ചു. നമ്മൾ നിരന്തരം കേൾക്കുന്ന വാർത്തകളാണ്. നമ്മുടെ വാഹനത്തിന് കുറുകെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം നായ്ക്കളുടെ ആക്രമണം മൂലമോ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജീവനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള വലിയ അപകടം സംഭവിക്കുകയോ ചെയ്താൽ നമുക്ക് ഇതിൽ കൂടെ സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു നിയമമുണ്ടോ എന്നുള്ളത്. ഇനി അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞുതരാം. അതിനും നിയമമുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി നിയോഗിച്ച ഒരു 3 അംഗ സമിതി ഈ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ജസ്റ്റിസ് സിരി ജഗൻ്റെ നേതൃത്വത്തിലാണ് ആ കമ്മിറ്റി വരുന്നത്. അതിൽ മറ്റു 2 അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസും നിയമ സെക്രട്ടറി മുതലായവർ ആണവർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ അപകടത്തിൽപ്പെട്ട വ്യക്തി നമുക്ക് എന്താണോ സംഭവിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു പരാതി ഈ ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ ഞാൻ ഈ താഴെ വിവരിക്കുന്ന അഡ്രസ്സിൻ പ്രകാരം അയയ്ക്കുക. ഈ കമ്മിറ്റി ആ പരാതി നേരിട്ടെടുത്ത് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ നിജസ്ഥിതി കൃത്യമായി മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി ഈ അപകടത്തിൽ പെട്ട വ്യക്തിയെ നേരിട്ട് കൊച്ചിയിലേക്ക് ഒരു ദിവസം വിളിച്ചു വരുത്തും. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാം, പോകാൻ നമുക്കൊരു വക്കീലിൻ്റെ ആവശ്യമില്ല. നമുക്ക് നിസ്സംശയം യാതൊരു പരിഭവവും കൂടാതെ നമ്മൾ എന്താണോ ആ അപകടത്തിൽ നേരിട്ടത് ആ വിശദാംശങ്ങൾ വിശദമായി ആ കമ്മിറ്റിക്ക് മുമ്പാകെ പറയുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ പരാതി അയക്കുന്ന വേളയിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലവായ തുകയുടെ രേഖകൾ, ഹോസ്പിറ്റൽ ബില്ലുകൾ, നമ്മുടെ മെയിൻ്റനൻസ് തുക, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന വിശദാംശ രേഖകൾ, OP ടിക്കറ്റ്, ഇത്തരത്തിലുള്ള രേഖകളും കൂടി ചേർത്ത് വേണമായിരുന്നു അയക്കേണ്ടത്. അപ്പോൾ ആ കമ്മിറ്റി നമ്മുടെ വിഷയങ്ങൾ വിശദമായി വിലയിരുത്തിയതിന് ശേഷം അവർക്കത് ശരിയെന്ന് തോന്നുന്ന പക്ഷം നമ്മൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാര പരിധിയിലാണോ വരുന്നത്, അത് കോർപ്പറേഷനാകാം, മുനിസിപ്പാലിറ്റി ആകാം, പഞ്ചായത്താകാം, അവിടുത്തെ അധികാരികൾക്ക് മുമ്പാകെ നമുക്ക് വേണ്ട നഷ്ടപരിഹാര തുക തരുവാൻ നിർദ്ദേശിക്കാവുന്നതാണ്. ഒരു കാര്യം പറയാം, ഇതൊരു വലിയ ഇൻഫർമേഷനാണ്. പരമാവധി ആളുകളിലേക്ക് ഈ ഒരു സത്യം ഷെയർ ചെയ്തു വിടുക. നന്ദി.